Hi friends, Assalamualaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു അടിപൊളി ചെറുപയർ പായസം തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിൾ ആണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ 250 ml ന്റെ കപ്പിൽ 1 കപ്പ് ചെറുപയർ ഇതേപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പുകച്ചൂര് ഉണ്ടാകുകയും ചെയ്യരുത്. അപ്പോൾ പായസത്തിന് ആ ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 250 ml ന്റെ കപ്പിൽ തന്നെ 3/4 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ചവ്വരി സാഗോ റൈസ് അഥവാ സാബുനരി അങ്ങനെയൊക്കെ പറയും. നമ്മളിവിടെ ചവ്വരി സാബുനരി എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അതും ഇതേപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഞാൻ അതിലേക്ക് തന്നെ നമുക്ക് നേരത്തെ വറുത്തിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. ഞാൻ 4 കപ്പ് 250 ml ന്റെ കപ്പിൽ 4 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുക്കുന്ന ചെറുപയറിൻ്റെ വേവിനനുസരിച്ച് ആയിരിക്കും കേട്ടോ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ വിസിലിൻ്റെയൊക്കെ അളവ് വരിക. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഈ സമയത്ത് വെക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഇത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ തിളച്ച് ഇങ്ങനെ തെറിക്കും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയാലും മതി. എന്നിട്ട് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും, അങ്ങനെയാണെങ്കിൽ ഇത് വേവിൻ്റെ കറക്റ്റ് വേവ് പാകമായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കുക്കറിൻ്റെ വിസിലിനെ ഇപ്പോൾ ഓരോ പ്രഷറും ഓരോ കുക്കറിനും ഓരോ രീതിയിലാണ് വേവിൻ്റെ അളവ്. അതിനനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ചെറുപയറിൻ്റെ വേവിനനുസരിച്ചും വേവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിലും പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 3 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml ന്റെ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് നമ്മുടെ കുക്കറിൽ പ്രഷറൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ടിത് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മളൊഴിച്ച വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, 4 കപ്പ് വെള്ളം ഒഴിച്ചത് ഒട്ടും വെള്ളം ഇതിലില്ല, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചെറുപയറിൻ്റെ വേവിനനുസരിച്ചിരിക്കും. അപ്പോൾ ഒരല്പം വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുപയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ സാബുനരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ചില്ല് പരുവത്തിൽ സാബുനരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് മതിയാവില്ല. നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വലിയ കുക്കറാണെങ്കിൽ ഇങ്ങനെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന ശർക്കര പാനി അല്ലെങ്കിൽ ശർക്കര ഉപ്പുള്ളതാണെങ്കിൽ ഈ ഒരു ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നേരത്തെ ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ശർക്കര പാനി മാറ്റി വെച്ചിട്ടാണ് ബാക്കി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ ശർക്കര പാനിയിലേക്ക് ഈ ചെറുപയറും ഈ സാഗോ റൈസൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ശർക്കര പാനിയൊക്കെ വലിച്ചെടുത്ത് നല്ല മധുരമൊക്കെ അതിനുണ്ടാവും. അപ്പോൾ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 250 ml ന്റെ കപ്പിൽ 2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്താ പറയുക, ഇത് 2ാം പാലോ 1ാം പാലോ അങ്ങനെയില്ല. മൊത്തത്തിൽ ഒരു വലിയ തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളച്ച് ഇങ്ങനെ ഇതാവേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് കണ്ടോ ഇതേപോലെ ചെറിയൊരു തിളങ്ങനെ വരുന്നത് കണ്ടില്ലേ, ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വരുന്ന ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 2 പൊടി ഇല്ലെങ്കിൽ 2 പൊടി നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങയുടെ കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതുകൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊരുപാട് നേരം തിളയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പം ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, മുകളിലൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് എനിക്ക് പ്രധാനമാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം മാത്രം ഇത് നമുക്ക് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നും കൂടി എല്ലാം നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.